ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് വെച്ചുകൊണ്ടുള്ള ഒരു ഭട്ടൂരയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്ക് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇത് രണ്ടും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഗോതമ്പ് ചേർത്തെന്ന് വെച്ച് സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഭട്ടൂര കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് നോർമൽ വാട്ടറും ഒന്ന് ജസ്റ്റ് ചൂടാവാനായിട്ട് വെക്കുക. നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പെർമനൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈസ്റ്റ് കൊണ്ട് എന്ത് ഉണ്ടാക്കുമ്പോഴും പാലിൽ കുഴച്ചെടുക്കുമ്പോൾ ഭട്ടൂര, കുബൂസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ചെറു ചൂട് പാലിൽ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. പാല് ചൂട് കൂടിപ്പോകാൻ പാടില്ല, ചെറിയ ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി മാവ് കുഴച്ചെടുക്കുന്ന ഒരു ബൗളിലേക്ക് 1/4 കപ്പോളം പാലും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2.5 കപ്പ് പൊടിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുഴച്ചെടുക്കാൻ കറക്റ്റ് പാകത്തിന് 1.5 കപ്പാണ് പാൽ ആവശ്യമുള്ളത്. പാലെന്ന് പറയുമ്പോൾ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തത് 1.5 കപ്പ്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി മതി. കറക്റ്റാണ് ആ ഒരു പാകം. പിന്നെ ഓരോ പൊടിയുടെ അളവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് മെൽറ്റാവാനായിട്ട് വെക്കുക. പഞ്ചസാരയും ഉപ്പും കൂടിയൊക്കെ അലിഞ്ഞ് ചേരാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ചെറു ചൂടിൽ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് കുഴച്ചത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ തന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദാമാവുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും മൈദാമാവ് ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സായിട്ട് ചേർക്കാം. മുഴുവനും ഗോതമ്പ് മാവായിട്ട് ചേർക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദാമാവും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി വരുന്നില്ലേ, ആ ഒരു പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുറച്ച് ഓയിലും കൂടി ചേർത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാക്കി ബാലൻസുള്ള പാലില്ലേ, അതും കൂടി ചേർത്ത് നല്ല സ്മൂത്താക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക. പൊടികളെല്ലാം തന്നെ ഫസ്റ്റിലൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു പാല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറഞ്ഞതാണ് 3 മണിക്കൂർ, കൂടുതലൊരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. മാവൊക്കെ ഏകദേശം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ബൗളെടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. ഏകദേശം 2 ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള സൈസാണ് ഒരെണ്ണത്തിന് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്നില്ലെങ്കിൽ റൗണ്ടിൽ സാധാ പൂരിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ഷേപ്പിലെടുക്കുക. ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടി. നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. വീഡിയോയിൽ കാണുന്ന ഈ ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി തിളച്ച എണ്ണയിലേക്ക് ഓരോന്നല്ല, നിങ്ങളുടെ പാത്രം എത്രയാണോ വലിപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ 2-3 ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ തിരിഞ്ഞോളും. ഇതാണ് ഭട്ടൂരിയുടെ ഒരു പ്രത്യേകത അല്ലേ. തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ അത് പിന്നെയും ആ ഒരു സൈഡിലേക്ക് തന്നെ മറിഞ്ഞു പോവും. അങ്ങനെ 2 ഭാഗവും വെന്ത് കഴിഞ്ഞാൽ ഒന്ന് കോരിയെടുക്കുക.
മുഴുവനായിട്ടും ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയാലോ? കറി ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു 1/4 കപ്പോളം തന്നെ ബീൻസ്, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. 1-ാം പാൽ കട്ടിയുള്ള പാൽ അവിടെ മാറ്റി വെച്ചിട്ട് 2-ാം പാലിലാണ് വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തൊന്ന് ജസ്റ്റ് അരച്ചെടുത്തു. അതിൽ കട്ടിയുള്ള പാലൊന്ന് മാറ്റി വെച്ച് ബാക്കി വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് അരിച്ചെടുത്തിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ കുക്കറിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അത് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഞാൻ ഇതാ 3 മുട്ടയാണ് എടുക്കുന്നത്. അതും അവിടെ റെഡിയാക്കി വെക്കുക. അപ്പോഴേക്കും ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് കഴിയും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ്. ഇനിതാ തേങ്ങാപ്പാൽ ഒരു പിരിഞ്ഞതുപോലെ ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. പിന്നെ അത് മുഴുവനായിട്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും അതൊന്ന് ലെവലായി കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനത്തെ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതിൻ്റെ സ്മെല്ലിങ്ങനെ എടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. ഞാൻ ഇതിലേക്കായിട്ട് ഇനി 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പട്ട, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയല്ല, സീഡ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പൊടി ചേർത്ത് കൊടുത്താൽ മതി. ജീരകം മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് വാടാൻ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഉപ്പ് നമ്മളൊക്കെ വെജിറ്റബിൾസിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഞാൻ ഇവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഒന്ന് ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി വാടിക്കഴിഞ്ഞാൽ ഇതാ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തോടൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുഴുവനായിട്ടും സൈഡിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3ലും അങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ടിതാ നമ്മുടെ ഈ ഉള്ളിയിലൊന്ന് ചേർത്ത് കൊടുത്ത് ടോട്ടലി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതാ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഉള്ളത്. ഇനി ഇതിൽ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറയുന്ന ഒരു മെഷറിങ്ങിൽ തന്നെ എടുത്തിട്ടുള്ളത് എങ്കിൽ 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് അളവ് തന്നെയാണ്. ഇനി ഞാനിതിലുള്ള ഏലക്കായയും അതുപോലെ കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതുപോലെ അതും പച്ചമുളകും കൂടി ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. പച്ചമുളകും ബീൻസും ഏകദേശം കാണുമ്പോൾ സെയിമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ പച്ചമുളകൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയായത് തന്നെ, പിന്നെ അവർ ഫുഡേ കഴിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏലക്കായ, പച്ചമുളക്, ബാക്കിയുള്ള സ്പൈസസ്, കുരുമുളക് എടുത്ത് മാറ്റിയിട്ടില്ല, അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിത് പച്ചവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. പച്ചവെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ കട്ടിയുള്ള ഒരു തേങ്ങാപ്പാലില്ലേ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പാണ് ഞാൻ ഇവിടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു തിള വരുന്ന ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കണം. തിളപ്പിക്കാൻ പാടില്ല. ഫസ്റ്റിൽ നമ്മൾ വേവിച്ചില്ലേ, അപ്പോൾ ആ ഒരു വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തില്ലേ തേങ്ങാപ്പാൽ, അപ്പോൾ നല്ല പോലെ തിളക്കുകയാണെങ്കിൽ ആ ഒരു പിരിഞ്ഞ അവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ
ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അത് കഴിക്കാൻ പാകമാകുമ്പോഴത്തേക്കും കറക്റ്റ് തിക്നെസ്സിൽ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ടും ചെയ്യുക. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.